ഇന്ന് നടന്നിട്ടുള്ള ASM പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണെന്നാണ്. സി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ലാഹോർ സമ്മേളനത്തിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത് എന്നതാണ്. അതിൻ്റെ ബി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഇറയിലിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണെന്നാണ്. ഡി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, മലബാറാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണെന്നാണ്. നാലാമത്തെ ആൻസർ വന്നിട്ടുള്ളത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, EMS അല്ലേ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. എ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്നും മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്. ഡി ഓപ്ഷനാണ് നവശേവയിലേക്കാണ് യാത്ര തിരിച്ചത്. ഇനി അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. എ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്, ഒന്നാണ് ശരി. അപ്പോൾ നമുക്ക് നോക്കാം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അഭിവഹനം എന്നത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നതാണ്. അപ്പം എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ട് സി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബംഗ്ലാദേശാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം എ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്, 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണെന്നാണ്. സിന്ധു ആണ്. ഡി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 11ാമത്തെ ചോദ്യം, പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് എന്നതാണ്. 11ൻ്റെ ആൻസർ വന്നിട്ട് ഡി ഓപ്ഷനാണ്, 3ഉം 1ഉമാണ്. സർദാർ സരോവറും അതുപോലെ തന്നെ ബക്രാനങ്കൽ ഡാമുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 12, കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതെന്നാണ്. ഡി ഓപ്ഷനാണ് ജീവനമാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ ജീവനമാണ്. 13, നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. JA ഷുംപീറ്ററാണ്. എ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 14ാമത്തെ ചോദ്യം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണെന്നാണ്. 14ാമത്തെ ആൻസർ വന്നിട്ടുള്ളത് ബി ഓപ്ഷനാണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അടുത്തത് 15, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്. 15ൻ്റെ ആൻസർ വന്നിട്ടുള്ളത് സർക്കാർ ജീവനക്കാരാണ്. സി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രഡ്ലാൻഡ് കമ്മീഷനാണ് കേട്ടോ. അടുത്തത് 17, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡി ഓപ്ഷനാണ് മൈക്രോ ഫിനാൻസ് ആണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഓപ്ഷനാണ് ഗുരജട അപ്പറാവു. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള 2ാമത്തെ പരീക്ഷയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ബി ഓപ്ഷനാണ് സിന്ധു ആണ്, ഓപ്പറേഷൻ സിന്ധു ആണ്. അപ്പം 20ാമത്തെ ക്വസ്റ്റ്യൻ ബി ഓപ്ഷൻ, ഓപ്പറേഷൻ സിന്ധു.
21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ട് പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തതെന്നാണ്. 22ന്റെ ആൻസർ വന്നിട്ടുള്ളത് എ ആമുഖത്തിലാണ്. 23, സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പുനാട ഇല്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലും ഉള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ഡി ഓപ്ഷനാണ് APJ അബ്ദുൽ കലാം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക എന്നതാണ്. എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. എ യൂണിയൻ ലിസ്റ്റ് സെൻസസ്. രണ്ടാമത്തെ വന്നിട്ടുള്ളത് ഡി ഓപ്ഷനാണ്, സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ. കൺകറൻറ്റ് ലിസ്റ്റ് വന്നിട്ടുള്ളത് വനമാണ്. അവശിഷ്ട അധികാരം സൈബർ നിയമങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാനുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ബി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2ഉം 3ഉം ആണ് കേട്ടോ. 2ഉം 3ഉം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. അതും പിന്നെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ഇത് രണ്ടുമാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ നോക്കാം. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ടുള്ളത് ഡി ഓപ്ഷനാണ് കേട്ടോ. ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500. അടുത്ത ക്വസ്റ്റ്യൻ 27, ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണെന്നാണ്. സി ഓപ്ഷനാണ്, അന്ത്യോദയ അന്ന യോജന പദ്ധതി. 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. 28ന്റെ ആൻസർ വന്നിട്ടുള്ളത് സി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യരാണ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ബി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ് എന്നതാണ്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ, MGNREGAയുടെ പൂർണ്ണരൂപം എന്തെന്നാണ്. 30ന്റെ ആൻസർ വന്നിട്ടുള്ളത് എ ഓപ്ഷനാണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. 31ന്റെ ആൻസർ വന്നിട്ടുള്ളത് സി ഓപ്ഷനാണ്. രണ്ടാമത്തതാണ് തെറ്റായിട്ടുള്ള ആൻസർ. 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. 32ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി. ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്. 32ന്റെ ആൻസർ വന്നിട്ട് കേരളമാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, സുരക്ഷാ നയം ഏതിൻ്റെ മുദ്രാവാക്യമാണ്. ബി ഓപ്ഷനാണ്, KSDMA. അടുത്ത ക്വസ്റ്റ്യൻ, CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 34ന്റെ ആൻസർ വന്നിട്ടുള്ളത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ്. ഡി ഓപ്ഷനാണ്. അതിൽ വരുന്നത് ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഘോര ചികിത്സ, ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ്. ബി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, OPV പോളിയോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണെന്നാണ്. 36ന്റെ ആൻസർ വന്നിട്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ. എ ഓപ്ഷനാണ് കറക്റ്റ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 37 വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്നാണ്. ഒരുപാട് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്, റിക്കറ്റ്സ് ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്നാണ്. 38ന്റെ ആൻസർ വന്നിട്ട് സി ഓപ്ഷൻ ആണ്, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. 39 തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു, ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നതാണ്. എ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്, 1ഉം 4ഉമാണ്. അതിൽ ഒന്നാമത്തത് സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അടുത്തത് ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയുടെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? 40 സി ഓപ്ഷനാണ്, അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ്. 41 അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്? അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് 5.6 താഴെ എന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊരു പ്രവർത്തനത്തിലും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണെന്നാണ്. സി ഓപ്ഷനാണ്, 3ാം ചലന നിയമം. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? 42ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ട് സി ഓപ്ഷനാണ്, 3ാം ചലന നിയമമാണ് കേട്ടോ, 3ാം ചലന നിയമം. 43 വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണെന്നാണ്. എ ഓപ്ഷനാണ്, ഗാമാകിരണമാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണെന്നാണ്. 44ന്റെ ആൻസർ വന്നിട്ട് ബി ഓപ്ഷനാണ്, 0 മീറ്റർ/സെക്കൻഡ്². 45 ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണെന്നാണ്. ഡി ഓപ്ഷനാണ്, ചൈന. 46 നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു എന്നതാണ്. സി ഓപ്ഷനാണ്, സ്പേസ് എക്സ് ക്രൂഡാഗൺ. അടുത്തത് 47 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. 47ന്റെ ആൻസർ 3 മോളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 48 ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ഇനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്ത് എന്നതാണ്. എ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അതിപൂരിത ലായനി. 49 സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണെന്നാണ്. എ ഓപ്ഷനാണ്, അൽ നിക്കോ. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതെന്നാണ്. ബി ഓപ്ഷനാണ്, അസറ്റ്ലീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 51 പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏതെന്നാണ്. ക്വസ്റ്റ്യൻ സി ഓപ്ഷനാണ്, ആൽഫ ഫോൾഡ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണെന്നാണ്. അപ്പം അതിൽ ആൻസർ വന്നിട്ടുള്ളത് ഡി ഓപ്ഷനാണ്, 1 2 3 4 6. അപ്പം ഇത്രയുമാണ് വന്നിട്ടുള്ളത്. പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണെന്നാണ്. ഡി ഓപ്ഷനാണ്, 1 2 3 4. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഇത്രയുമാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണെന്നാണ്. 54ന്റെ ആൻസർ വന്നിട്ടുള്ളത് ബി ഓപ്ഷനാണ്, ചെനാബ് റെയിൽവേ പാലം.